കരയിൽ ചേർത്ത് നാവിൽ നിറച്ച് കുട്ടിക്കലവില. എരിവോടെയും പുളിവോടെയും ഉപ്പിൽ നുള്ളി തമ്മിൽ തല്ലി കുട്ടിക്കടുമണി. നാടൻ കറിയും നാടൻ രുചിയും നാവിൽ നിറയും ചൂടോടെ. കുട്ടിക്കളിയും കുട്ടിക്കൊതിയും കുട്ടിക്കൈയുടെ കൈപുണ്യവും. തക്കാളി അരിഞ്ഞിട്ട് വെള്ളരി മുറിച്ചിട്ട് നാരങ്ങ പിഴിഞ്ഞിട്ട് സലാഡ് മൊത്തണ്ടാക്കിയാണ്. പൂവൻ പഴവും പഞ്ചസാരയും ചേർത്ത് അച്ചിയ പഴൊഴിച്ച് ഷാജാഷി കൊന്നുണ്ടാക്കി. ഉള്ളി ചതച്ചരച്ച് വേപ്പില മല്ലി ചേർത്ത് ഉപ്പും മുളകും ഇട്ട് കോഴിക്കറിയുണ്ടാക്കി. കുട്ടിക്കലവറ. സൈനയുടെയും കുട്ടികളുടെയും നീന്തൽ മത്സരത്തിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് കടന്നാലോ? റോസ്റ്റഡ് വെജിറ്റബിൾസ് മനസ്സിലായില്ലേ? എനിക്കും ശരിക്കും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ മാങ്ങയാണ് ആദ്യം ഉണ്ടാകണത്, മാവാണ് ആദ്യം ഉണ്ടാകണത്. കല്യാണ പന്തലിലേക്ക് വരുന്ന വധു എന്തിനാ നാണിക്കുന്നേ? പ്രേമിക്കുന്ന ആൾക്കാരാണെങ്കിൽ നാണിക്കത്തില്ല, പ്രേമിക്കാത്ത ആൾക്കാരാണെങ്കിൽ നാണിക്കും. അഭിനന്ദ് എന്റെ മാല പൊട്ടിച്ചു. ഹലോ, ഇപ്പൊ കണ്ടതൊക്കെ വെറും ട്രെയിലർ. ശരിക്കുമുള്ള സിനിമ ദാ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇനി എന്നെ തൊട്ടാ അടിക്കും ഞാൻ. ഫ്രൂട്ടോമാൻസ് കുട്ടിക്കലവറ പവേർഡ് ബൈ ഡിഷ് ഗോൾഡ് ഡിഷ് വാഷിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഫ്ലവേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒട്ടും സമയം കളയാനില്ല, ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണെന്നറിയാം ഫ്ലവേഴ്സിന്റെ എല്ലാ പ്രേക്ഷകരും. ഓരോ ദിവസവും ഈ കുട്ടിപ്പട്ടാളങ്ങൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന നമ്മളുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായി വെൽക്കം ചെയ്യുന്നു. അജേട്ടാ, വെൽക്കം. നമസ്കാരം. പതിവുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരികളെ, നമ്മുടെ സ്വന്തം മെൻഡേഴ്സിനെ വെൽക്കം ചെയ്യുന്നു. മെൻഡേഴ്സ്, വെൽക്കം കുട്ടിക്കലവറ. അതുപോലെ തന്നെ നിങ്ങൾ കാത്തിരിക്കുന്ന നമ്മുടെ താരങ്ങൾ ആരൊക്കെയാണ്? ഇവിടുത്തെ താരങ്ങൾ നമ്മുടെ കുട്ടികളാണ്. നമ്മുടെ 20 കുട്ടികളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം കുട്ടീസ്. ഫ്രൂട്ടോമാൻസ് കുട്ടിക്കലവറ പവേർഡ് ബൈ ഡിഷ് ഗോൾഡ് ഡിഷ് വാഷിൽ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന താരത്തെ വിളിക്കാം. എനിക്ക് നല്ല സംശയമുണ്ട്, കാരണം എല്ലാരും താരങ്ങളാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഇന്നത്തെ താരം എന്ന് ഉദ്ദേശിച്ചത് പണി മേടിക്കാൻ ആരാ വരാന്ന് ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷാലുവിനെ തന്നെ വിളിച്ചാലോ? സ്ഥിരം പണി വാങ്ങിക്കൂട്ടുന്ന ആള് ഞാൻ. ഷാലു, ഷാലു, വെൽക്കം. എനിക്ക് അങ്ങനെ ഒരു ടാഗ് എന്തായാലും ഫ്രൂട്ടോമാൻസ് കുട്ടിക്കലവറ പവേർഡ് ബൈ ഡിഷ് ഗോൾഡ് ഡിഷ് വാഷ്. അതൊക്കെ തന്നെ എനിക്കറിയാം, പണി വാങ്ങിക്കാനാന്ന്. തന്നോളൂ. ഷാലു, പല്ല് തേച്ചോ? പല്ല് തേച്ചു. എപ്പോ? ഇന്ന് രാവിലെ. ഞാൻ സമ്മതിക്കില്ല. അതെന്താണ്? ഞാൻ സമ്മതിക്കില്ല. അതെന്താന്ന്? കാരണം നിനക്ക് തന്നെ അറിയാം. കുഴപ്പമൊന്നും ഇല്ലല്ലോ. ആലോചിക്ക, ഞാൻ ഇന്നലെയാണോ ഇന്നാണോ തേക്കാതെ വന്നത്? സത്യത്തിൽ ഞാൻ ഇന്ന് തന്നെ പല്ല് തേച്ചത് അല്ലേ? അല്ലേ ചാരു തന്നെ പല്ല് തേച്ചത്? ഷാലു തന്നെയാണോ പല്ലേക്കുന്നാരെങ്കിലും പല്ല് തേപ്പിച്ച് തരുവാണോ? ഇത്ര ഒരു സംശയം വരാനുള്ള കാര്യം കൊണ്ട് ചോദിച്ചാ? അതല്ല, ഇപ്പൊ ഇത് ചോദിക്കേണ്ട ആവശ്യം എന്താണെന്നാണ് ഞാൻ ആലോചിച്ചോണ്ടിരുന്നത്. അതിന്റെ പിന്നിൽ എന്തോ ഒരു സംഭവം, എന്തോ ഒരു ഒരു പണിയുണ്ട്. ഗൂഢമായ ഉദ്ദേശമുണ്ട്. അത് ശ്രദ്ധിച്ചോ? അജേട്ടാ, കഴിഞ്ഞ ദിവസം ഷാലുന്റെ വീട്ടില് ഒരു കറി ഉണ്ടാക്കി. എന്ത് കറിയാ ഉണ്ടാക്കിയ? നല്ല ടേസ്റ്റി ഫുഡായിരുന്നു എന്ന് അവര് തന്നെ പറയുന്നു. അവളുടെ അച്ഛൻ പറഞ്ഞു എന്ന് പറയുന്നു. ഈ കുട്ടിക്കൊലവറയെന്ന് പ്രചോദനം ഉൾക്കൊണ്ടോ? ചീത്ത പറഞ്ഞാണോ? അതെന്താ ഞാൻ പറഞ്ഞേ? കുട്ടിക്കൊലവറ. അങ്ങനെയും പറയാലോ. ഇവിടെ കൊലവിളിയാണല്ലോ, അതുകൊണ്ട് കുട്ടിക്കൊലവറയും എന്നാ അങ്ങനെയാണ്. ഈ കുട്ടിക്കൊലവറയെന്ന് പ്രചോദനം ഉൾക്കൊണ്ടോണ്ടാണോ അടുക്കളയിൽ കയറിയത്? അത് ഷാലുവിനോട് തന്നെ ചോദിക്കണം. പക്ഷേ ഭയങ്കര രസകരമായിരുന്നു ഐറ്റം ഉണ്ടാക്കിയത്. എന്തായിരുന്നു ഷാലു? അത് വേറൊന്നുമല്ല, പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കി. പക്ഷെ വീട്ടില് പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാറില്ല. കാരണം നമ്മുടെ ഭാഗത്തോട്ടൊന്നും പൈനാപ്പിൾ പുളിശ്ശേരി അത്രയ്ക്ക് അങ്ങോട്ടില്ല. ട്രിവാൻഡ്രം ഭാഗത്ത് പൈനാപ്പിൾ പുളിശ്ശേരി നന്നായിട്ട് കിട്ടും. അപ്പൊ എന്റെ അപ്പൻ എവിടുന്നോ ഇത് കഴിച്ചിട്ട് വന്നു, പൈനാപ്പിൾ പുളിശ്ശേരി കിട്ടി. അപ്പൊ എന്റെ അടുത്ത് ഒരു ദിവസം ചോദിച്ചു, നിനക്ക് പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാൻ അറിയുമോ എന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു ശ്രമിച്ചു നോക്കാം, ഇൻഗ്രീഡിയൻസ് എല്ലാം വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു. വാങ്ങിച്ചോണ്ടൊക്കെ വന്നു. അപ്പോൾ ഇതെല്ലാം ഉണ്ടാകും. പക്ഷെ എൻ്റെ വീട്ടിൽ ഈ അരയ്ക്കുന്നതൊക്കെ, മിക്സിയിൽ അരയ്ക്കുന്നതൊക്കെ അമ്മയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൽ വലിയ അതിൻ്റെ ഒരു സ്വഭാവം എനിക്ക് അത്ര അറിഞ്ഞുകൂടാ. എന്ന് വെച്ചാൽ മിക്സി അത് ഓണാക്കാൻ അതൊക്കെ അറിയും, പക്ഷെ അത് എപ്പോൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. മിക്സി എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ അരപ്പൊക്കെ ഇട്ട് ഓണാക്കി അടപ്പെ പിടിക്കണ മുമ്പ് ഈ സാധനം എല്ലാം എടുത്ത് വെള്ളോട്ടങ്ങ് പോയി. റൂഫിന്റെ മേളിൽ കുറെ അരപ്പ്, ഭിത്തിയ മുഴുവൻ അരപ്പ്, താഴെ മുഴുവൻ അരപ്പ്. കുറച്ച് നോക്കുമ്പോൾ എന്റെ ദേഹത്ത് മുഴുവൻ, തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ അപ്പന്റെ ദേഹത്ത് മുഴുവൻ, തല തൊട്ട് ഊറ്റിയ അരപ്പ്. ഞാൻ അവസാനം പറഞ്ഞു എനിക്ക് ഈ ക്ലീനിങ് വലിയ ഇഷ്ടമുള്ള പണിയല്ല. എങ്ങനെ ക്ലീനിങ്? അടുക്കള കയറി കഴിഞ്ഞാൽ ഞാൻ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു എങ്ങനെയൊക്കെ ഞാൻ കയറിക്കണമെന്ന് അറിയാം. രാവിലെ പല്ല് തേച്ചോന്ന് ചോദിച്ചതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായി. അല്ല അത് മാത്രല്ല, അങ്ങനെ അരപ്പിൽ നിന്നപ്പം അച്ഛനൊരു ചോദ്യം ചോദിച്ചു കാണുമല്ലോ, ഇങ്ങനെയാണോ ഷാലു പൈനാപ്പിൾ പുളിശ്ശേരി? അല്ല, പാവത്തിന്റെ നിൽപ്പ് ദയനീയമായിരുന്നു. പുള്ളി ഇങ്ങനെ നോക്കി എന്നെ നോക്കി. ഞാൻ പറഞ്ഞു ഇതൊക്കെ ക്ലീൻ ചെയ്ത് തരാണെങ്കിൽ രണ്ടാമത് വീണ്ടും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ മൊത്തം ഇരുന്ന് ക്ലീൻ ചെയ്ത്, ഞാൻ മാറി നിന്ന് കണ്ട് മൊത്തം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അടുക്കള കയറി രണ്ടാമത് വീണ്ടും ഉണ്ടാക്കി കഴിഞ്ഞ് കൊടുത്തപ്പോൾ ചോദിച്ചു എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ. എങ്ങനെയുണ്ട് ഏട്ടാ? അല്ല നന്നായിട്ടുണ്ട്. കാരണം എന്നാ വെച്ചാൽ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മിക്സിയെ ഇടയ്ക്ക് ശ്രീഹരിക്കോട്ടയിലേക്കോ തുമ്പയിലേക്കോ ഒന്ന് കൊടുക്കണം. നമ്മുടെ റോക്കറ്റുകളൊന്നും അങ്ങനെ കാര്യമായിട്ട്. ഇവിടെ വന്ന് ഇത്രയും നേരം കഥ മുഴുവൻ കേട്ടു. എന്നാ ഷാലു പറയണ്ടേ, എനിക്ക് 2 പൊന്നു മക്കളുണ്ട്, ഞാൻ അവരെ വിളിച്ചോട്ടെ? അല്ല എന്ത് പണിയാന്ന് അറിയത്തില്ല, വെറുതെ ആ പിള്ളേർ കൂടെ വാങ്ങിച്ചിട്ട് കൊടുക്കണ്ട, ഒക്കെ ഞാൻ അനുഭവിച്ചാ മതിയല്ലോ. ഞാൻ എന്തൊരു സ്നേഹം, അതെ എന്തൊരു എളിമ. ഇതാണോ ഷാലു? ഇതാണ് ഷാലു. എന്നാ വിളിക്കുക പൊന്നോമനകളെ. പൊന്നു മക്കളെ ഇറങ്ങി വാ. പുളുമേരി സിസ്റ്റേഴ്സ് വെൽക്കം. പുളുമേരി, എന്തോ എന്താണ് വിശേഷം? നല്ല വിശേഷം. സുഖം. പ്രേമി, ഇവരൊക്കെ തമ്മിലുള്ള സാമ്യം ഒന്ന് ആലോചിക്കുക. നമ്മുടെ ഷാലുവും പിള്ളേരുമായിട്ടുള്ളൂ. എന്ത് സാമ്യാണ്? ഷാലു ഉണ്ടാക്കിയ കറി പുളിശ്ശേരി, കുട്ടി പുളുമേരി. കണ്ടോ? ഇവിടെ എന്തിനാ വന്നത്? പുളു പറയാൻ. പറയാനും പാചകം ചെയ്യാനും. പാചകം ചെയ്തിട്ടുണ്ടോ വീട്ടില്? പിന്നെന്തിനാ ഇവിടെ വന്ന് ചെയ്യുന്നത്? ഇവിടെ പാചകം പഠിക്കാമല്ലോ. പഠിക്കാൻ വേണ്ടി. അപ്പൊ അമ്മ ഇവിടെ വന്ന് പാചകം പഠിക്കാൻ പറഞ്ഞു വിട്ടതാണ്. അതെ, പഠിപ്പിക്കുന്നത് ആരാന്നറിയോ? ഷാലു ചേച്ചി. നമ്മുടെ പുളിശ്ശേരി ഉണ്ടാക്കിയ മക്കളെ ചേച്ചി പഠിപ്പിച്ച ഏതെങ്കിലും ഗ്രഹത്തിലൊക്കെ പോയിരിക്കട്ടെ. ഷാലു ചേച്ചിക്ക് എങ്ങനെയായിരുന്നു ഇവരൊക്കെ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഈ കുട്ടികളായി? ഇവര് ഞാൻ വിചാരിച്ചു മുന്നത്തെ പോലെ തന്നെ പാവം കുട്ടികളായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ആദ്യത്തെ ഒരു 2 സെന്റൻസ് ഇവരുടെ അടുത്ത് ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശ ധാരണയായി. പിന്നെ അങ്ങോട്ട് കയറി കിടന്ന മേഞ്ഞ് പിള്ളേര് എന്നെ അടുത്ത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു പോയി. നെട്ടൂരാനോടാണോടോ കളി. ഇനി നമ്മള് പ്രേമി പറയുന്നത് നെട്ടൂരാനോടാണോടാ കളി. എല്ലാ പണി എനിക്കാണല്ലോ. എനിക്ക് കാത്തിരിക്കുന്നല്ലേ. നെട്ടൂരാനോടാണോടാ കളി. നമ്മുടെ ഷാലു ചേച്ചിക്ക് കയ്യടി കൊടുത്തേ. അതിന് തമിഴ് നോർമലി ആൻറ്റി പറ. പണി അങ്ങോട്ടാ. നെട്ടൂരാണോടാ കളി. ഈ റോക്കറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു ചോദ്യം പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്. നമ്മൾ ഈ റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ നേരെ തിരിച്ചാണല്ലോ 9, 8, 7, 6 ഇങ്ങനെയാണല്ലോ വരുന്നത്. അതെന്താ അവർക്കെന്താ നേരെ തിരിച്ചെണ്ണിയാൽ എന്താ കുഴപ്പം? എന്താണ് അതിനെ കുറിച്ച് പറയാൻ? അവരുടെ ഇഷ്ടം അതായിരിക്കും, അങ്ങനെ വരുന്നതായിരിക്കും അവരുടെ ഇഷ്ടം. മെന്റർ അയ്യോ ഇവരെടുത്ത് ഞങ്ങളുടെ അത്രയും പോലും പറയത്തില്ല. 10-ന്ന് 0-ലേക്ക് വരുമ്പോഴാണ് ഇത് മേളിലോട്ട് പോകുന്നേ. 0-ന്ന് 10 എണ്ണുമ്പോഴത്തേന് താഴിഞ്ഞ് വന്നോളും ചിലപ്പോ, അതുകൊണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമ്മുടെ ഇവിടുത്തെ ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് പ്രശസ്ത നിരീക്ഷകനും എല്ലാ ചർച്ചയിലും സജീവ സാന്നിധ്യവുമായിട്ടുള്ള മേളിലോട്ട് പോകുമ്പോ അവരാണെങ്കിൽ ബാക്കിലോട്ട് വിടും, താഴോട്ട് വരുമ്പോ അവരാണെങ്കിൽ ഫ്രണ്ടിലോട്ട് വിടും. അതാണെങ്കിൽ അവർക്ക് ആദ്യം എണ്ണുന്ന ആൾക്ക് നമ്പർ തിരിച്ചെണ്ണാനേ അറിയത്തുള്ളൂ, രണ്ടാമത് എണ്ണുന്ന ആൾക്ക് നമ്പർ നേരെ എണ്ണാനേ അറിയാം. നമുക്ക് പറയാം, എണ്ണ അറിയാവുന്നവരെ പിടിച്ച് അവിടെ ഇരുത്താൻ അല്ലേ? ഈ കല്യാണം കഴിക്കുന്ന സമയത്തൊക്കെ കല്യാണ പന്തലിലേക്ക് വരുന്ന വധു എന്തിനാ നാണിക്കുന്നേ? അത് ആദ്യത്തെ കല്യാണം ആയിരുന്നു.
രണ്ടാമത്തെ കഞ്ഞിക്കെട്ടായോണ്ടാണോ? രണ്ടാമത്തേന് കുഴപ്പമില്ലേ? അൽസാബിത്ത് മൈക്ക് കൈമുക്കി അൽസാബിത്തിന്റെ ക്വസ്റ്റ്യൻ പ്ലീസ്. ഈ സ്ഥിരം ചർച്ചയ്ക്ക് പോണ ആളായോണ്ടേ വിഷയം ഏതാണെന്നൊന്നും അറിയില്ല. വിഷയം ഒരു വിഷയമേ അല്ല. ഈ കല്യാണ പന്തലിലേക്ക് വരുന്ന പെൺകുട്ടികൾ അവരെന്തിനാണ് ഇങ്ങനെ നാണിക്കുന്നത്? അവർക്ക് മര്യാദയ്ക്ക് നാണിക്കാതെ വന്നൂടെ? അതായത് ഇങ്ങനെ പ്രേമിക്കാത്ത ആൾക്കാരാണെങ്കിൽ നാണിക്കത്തില്ല, പ്രേമിക്കുന്ന ആൾക്കാരാണെങ്കിൽ തിരിഞ്ഞുപോയി. പ്രേമിക്കുന്ന ആൾക്കാരാണെങ്കിൽ നാണിക്കത്തില്ല, പ്രേമിക്കാത്ത ആൾക്കാരാണെങ്കിൽ നാണിക്കും. കാരണം അവര് 8 ഒക്കെ വരയ്ക്കത്തില്ല കാര്യം വെച്ച്. എന്നാ വരയ്ക്കും? 8. അതാണ് 8ന്റെ പണി എന്ന് പറയുന്നത്. അതല്ല, ഭർത്താവിട്ട് 8 പണി കൊടുക്കുന്ന അത് തവളം വരയ്ക്കുന്നത്. തവളോ എന്ത് കളം വരയ്ക്കുന്നത്? കളം വരയ്ക്കണം. എന്തിനാ കളം വരയ്ക്കുന്നത്? എന്തിനാ കളം വരയ്ക്കുന്നത്? നാണം കൊണ്ട്. ഈ മാങ്ങയാണ് ആദ്യം ഉണ്ടാകണത്, മാവാണ് ആദ്യം ഉണ്ടാകണത്. ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ മെന്ററിന് തന്നെ ആയിക്കോട്ടെ, റീന ബഷീറിനോട് ചോദിച്ചാൽ മതി. എന്തുമാത്രം മാങ്ങക്കറി ഉണ്ടാക്കി. എന്റെ ആൻഡോ, ഇതൊക്കെ ഞാൻ അന്നേ പറഞ്ഞു തന്നതല്ലേ, ഇവിടെ വെച്ച് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ നിനക്ക്? മാങ്ങ തന്നെ നിസ്സംശയം ഏട്ടാ, ഫീഡ് ചെയ്ത് വെച്ചോളൂ. ഇനി അടുത്ത ആരെങ്കിലും ചോദിക്കുമ്പോ അങ്ങനെ പറഞ്ഞാൽ അതെന്താ അങ്ങനത്തെ മാങ്ങ ആദ്യം ഉണ്ടായത്? ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ, 1 at a time. എനിക്ക് അത്ര ബുദ്ധിയില്ല. മാവനല്ലേ മാങ്ങ ഉണ്ടായത്? രണ്ടും നിനക്ക് അറിയുമെങ്കിൽ പിന്നെ എന്തിനാ ചോദിച്ചു? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാനായിട്ട് അവരുടെ മെന്റർ റീന ചേച്ചിക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ സമയം പോലെ കുട്ടികൾക്ക് ഇതിനുള്ള മറുപടികളെല്ലാം പറഞ്ഞു കൊടുക്കണം, ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്. ശരി പ്രേമി, എന്താണ് ഇന്നത്തെ ചിന്താ വിഷയം? ചിന്താവിഷയമോ? ഇന്നത്തെ ചിന്താ വിഷയം തീർച്ചയായിട്ടും കാണാം. കാരണം അത് ചിന്താ വിഷയമല്ല, അതൊരു കാഴ്ചയുടെ വിഷയം തന്നെയാണ്. ആ കാഴ്ചയിലൂടെയാണ് നമുക്ക് വിശേഷങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ നമുക്കത് കണ്ടിട്ട് നമുക്ക് വിശേഷത്തിലേക്ക് വരാം. ഫ്രൂട്ടോമാൻസ് കുട്ടിക്കലവര പവർഡ് ബൈ ഡിഷ് ഗോൾഡ് ഡിഷ് വാഷിൽ പുതിയ കുറച്ച് കാഴ്ചകൾ കണ്ട് തിരിച്ചു വരാം. എന്റെ ദൈവമേ, കരാട്ടെ ബ്ലാക്ക് ബെൽറ്റിനെ കൊണ്ടൊക്കെയാണ് ഞാൻ ജിമ്മിൽ പോകാൻ പോകുന്നത്. ജിമ്മി കണ്ടിട്ട് ആദ്യത്തെ ആദ്യത്തെ നമ്മൾ ട്രെഡ്മില്ലിൽ കയറും കേട്ടാ. ട്രെഡ്മില്ലിൽ കയറി നിങ്ങൾ ഓടി ക്ഷീണിച്ചില്ലെങ്കിൽ നമുക്ക് വേറെ ഇതിൽ കയറാം. ക്ഷീണിച്ചാൽ നമ്മൾ ഞാൻ അതുകൂടെ നിർത്തും. നിങ്ങളുടെ ക്ഷീണിക്കത്തില്ലേ? ട്രെഡ്മില്ലിൽ 45 minutes മിനിമം ഓടണം എന്നാണ്. 5 minutes. എൻ്റെ അടുത്ത് ട്രെയിനർ പറഞ്ഞു തന്നാ, എനിക്കറിയാൻ പാടില്ല, നമ്മളതിനെ കുറിച്ച് വലിയ വിവരമൊന്നുമില്ല. ട്രെയിനർ പറഞ്ഞു തന്നാ. വണ്ടി വരട്ടെ. വണ്ടി വന്നാ സാനിയ, വാ മോളെ, ഇങ്ങ് വാ. അതെ, നിങ്ങൾക്ക് കയറാനുള്ള പ്രായമായിട്ടില്ല. കുറച്ചും കൂടെ എന്നെ ഇത്രയും വളർന്നു കഴിഞ്ഞിട്ട് കയറിയാൽ മതി. പിള്ളേർക്ക് അലൗഡല്ല ഇപ്പോൾ. അതെങ്ങനെയാണ് പിള്ളേർക്ക് ചെയ്യേണ്ട എക്സസൈസ്? കൊച്ചു കൊച്ചു എക്സസൈസ്. കാരണം ഓരോ പ്രായത്തിലും ഓരോ തരത്തിലാണ് നമ്മുടെ ബോഡി വളർന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? നിങ്ങളുടേതൊക്കെ ആണെങ്കിൽ ഭയങ്കര എന്താ പറയുക, സോഫ്റ്റായിട്ട് വരുന്നെങ്കിൽ അത് പിന്നെ പിന്നെ പ്രായം ചെല്ലും തോറുക. അപ്പം എനിക്ക് നിങ്ങളെക്കാൾ ഏജ് ആയില്ലേ? അപ്പം ചേച്ചിക്കൊക്കെ ഇതിൽ കയറാം.
ഷാരി ഇത് കണ്ടപ്പോൾ നല്ല സ്ഥിരമായിട്ട് ജിമ്മിൽ പോകാറുള്ള ഒരാളുടെ രീതിയാണ് നമുക്ക് തോന്നിയത്. അതെ. ശരിക്കും ജിമ്മിൽ പോകാറുണ്ടോ? ഒരു കാലത്ത് പോയിരുന്നു. അത് ഏത് വർഷം? 1984 അല്ല, എന്ത്? ഒരു 3-4 വർഷം മുമ്പ്. 3-5 വർഷം മുമ്പ്. അത് കഴിഞ്ഞ് എന്താണ് നിർത്തിയത്? അത് കഴിഞ്ഞപ്പോൾ ഞാൻ മെലിയാൻ തുടങ്ങി, അതുകൊണ്ട് പിന്നെ ജിമ്മിൽ പോക്കൊക്കെ നിർത്തി. അതെന്താ, വർക്ക് കുറഞ്ഞു പോയോ? സാധാരണ നമ്മളൊക്കെ ഞാനൊക്കെ മെലിഞ്ഞ എങ്ങനെയാ വർക്ക് കുറഞ്ഞപ്പോഴാണ്. ഞാൻ ഒരു ദിവസം എന്നാൽ ഇങ്ങനെ ഒന്ന് പോയേക്കാന്ന് വെച്ചാൽ ജിമ്മിൽ പോയിട്ട് ഒരുപാട് സ്ഥലത്ത് ഞാനിങ്ങനെ നോക്കി എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന്. പല സാധനം എടുത്ത് നോക്കി, എല്ലാത്തിനും നല്ല വെയിറ്റ്, എല്ലാം വലിയ ഭയങ്കര ആളുകൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സാധനമല്ലേ. അങ്ങനെ നോക്കിയപ്പോഴാണ് ഞാൻ ഈ സംഭവം കണ്ടത്. ഏതാണ് ഇപ്പം കയറിയത്? എന്താ എൻ്റെ പേര്? ട്രെഡ്മില്ലിൽ കയറി ഓണാക്കി 2 സെക്കൻഡ് ഞാൻ വേറൊരു സ്ഥലത്തിരിക്കുമായിരുന്നു. കാരണം ഇത് പിടിക്കാനൊന്നും പറ്റുള്ളൂ. ഒരു പോക്ക് പോയിട്ട് വേറൊരു സ്ഥലത്ത് ഞാൻ നിൽക്കുക. ഷാലുവിന് ഇവിടെ അതിനൊന്നും വൃത്തിയില്ല, കൂടെ പിള്ളേരുണ്ടല്ലോ. പിള്ളേരുണ്ട്. എന്നിട്ട് പിള്ളേരോട് പറയുന്നുണ്ട് എല്ലാവരും ഒന്നും ഇതിൽ കയറുന്നത്, വലിയ ആൾക്കാരൊക്കെ കയറാവുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വളരെ ആധികാരികമായിട്ടുള്ള ക്ലാസ് ഒക്കെ. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ വന്നു ഇങ്ങനെ ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഇത്ര ഇതിലിട്ടിട്ട് ഇത്ര സെക്കൻഡ് ഇങ്ങനെ നടക്കണം. അതിനുശേഷം നമ്മളിങ്ങനെ പോണ വഴിക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു കിതപ്പായിരുന്നു. തുടക്കം വളരെ നോർമലായിട്ട് തുടങ്ങി. പറ്റുള്ളൂ കേട്ടോ. പിന്നെ കാരണം ഭയങ്കര കാരണം കിതക്കിയാലും നമ്മൾ എനിക്ക് അറിഞ്ഞൂടെ, ഞാനത് കയറി നിന്ന് വേറെ സ്ഥലത്തുള്ള ആളല്ലേ. അജയൻ കയറിയപ്പോ തന്നെ വേറൊരു ദിശയിലേക്ക് പോയല്ലോ. ഭയങ്കര പാടാത്. പക്ഷെ അത് ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോ കിതപ്പുറപ്പാ. ഞാൻ അതിന്റെ ഇതാ പറഞ്ഞത്. ബീനെ ജിമ്മിൽ പോയിട്ടുണ്ടോ? ഒരിക്കലും പോയിട്ട് ഒന്ന് കുറയ്ക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിട്ടൊക്കെ ഉണ്ട്. ഞാൻ വീട്ടിൽ എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടിട്ടുണ്ട്. അതിനാണ് തുണി അലക്കുന്നത്, അല്ല തുണി ഉണക്കാനിടുന്നത്. സത്യം പറഞ്ഞ അതിലാണ്. ആദ്യമൊക്കെ ഭയങ്കര ആവേശമായിരുന്നു അതൊക്കെ ആ സമയത്തൊക്കെ. പിന്നെ പിന്നെ സത്യം പറഞ്ഞു മനോജ് എന്തായിരുന്നു? മനോജ് താല്പര്യമായിരുന്നു ഒരു ഇന്ന് വരെ മനു അതിന്റെ അകത്ത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കയറി നിന്ന പോലെ പോലും നോക്കിയിട്ടില്ല. ഇല്ല, ഞാൻ പിന്നെ ഇടയ്ക്കെങ്കിലും സങ്കടം തോന്നിയിട്ട് എത്ര നാളെ ഇങ്ങനെ പൊടി പിടിച്ചെടുക്കാൻ വെറുതെ ഒന്ന് വെറുതെ പോയൊന്ന്. പിന്നെ സത്യത്തിൽ നമുക്ക് സമയവും ഇല്ല, അതാണ് മെയിൻ സംഭവം. ഞാനൊക്കെ വന്ന് വല്ല കാലത്ത് നമ്മളൊന്നൊന്ന് റെസ്റ്റ് എടുക്കാന്ന് ചോദിച്ചാൽ ആ സമയത്ത് അവിടെ നിന്ന് ഉറങ്ങും. എന്തായാലും പ്രേമി നമ്മുടെ ഷാലു, ഷാലുവിൻ്റെ അതിലുള്ള ആ ഒരു പാഠവും നമ്മൾ കണ്ടു. അതുപോലെ കുട്ടികളുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഇൻട്രാക്ഷൻ. അതെ. അത് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ വന്ന് നിന്ന് പുളിശ്ശേരി ഉണ്ടാക്കുന്നതിന്. അതെ, ചേട്ടൻ പഠിച്ചില്ലേ? ഞാൻ പഠിച്ചു. ഇത് നമ്മൾ ഈ പുളിശ്ശേരി നമ്മൾ ഇന്ത്യൻ സൈന്യത്തിനും ശത്രുരാജ്യത്തേക്ക് വിടാൻ വേണ്ടിയിട്ടുള്ള അതിനും നമ്മൾ റെഫർ ചെയ്ത് വിടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റി. ഒത്തിരി സന്തോഷം. അപ്പോൾ നമുക്ക് വരും എപ്പിസോഡുകളിൽ കൊണ്ടും കൊടുത്തും മുന്നേറാൻ. ഇപ്പോൾ താങ്ക് യു. ഫ്രൂട്ടോമാൻസ് കുട്ടിക്കലവറ പവർഡ് ബൈ ഡിഷ് ഗോൾഡ് ഡിഷ് വാഷിൽ അടുത്തതായി ഞാൻ വിളിക്കാൻ പോകുന്നത്, അടുത്തതായി നമുക്ക് അത്യാവശ്യം ഒരു എന്താ പറയുക, നല്ല എനർജി ഉള്ള ഒരു ടീമിനെ വിളിക്കുന്നതാണ് നല്ലത്. ഈ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് ഞാനിപ്പോൾ വിളിക്കാൻ പോകുന്ന മെന്റർക്കാന്ന് തോന്നുന്നു, അല്ലേ? വിളിച്ചോളൂ. അപ്പോൾ നമ്മുടെ കുട്ടിക്കലവറയിലെ ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ള ഒരു മെന്ററെ ഞാൻ വെൽക്കം ചെയ്യാണ്. വെൽക്കം സൈന. എന്താണ് പ്രേമി, വിളിക്കുമ്പോൾ തന്നെ പണി തരാനുള്ളതാണ്. ഏറ്റവും കൂടുതൽ ആരോഗ്യം, താങ്ങാനുള്ള ആരോഗ്യമൊന്നും എനിക്കില്ല. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എല്ലാവരും ചിരിക്കുന്നു. അവർ ചിരിക്കട്ടെ എന്ന്. കാരണം നമുക്ക് എന്താ പറ്റുക, മറ്റുള്ളവരെ ചിരിപ്പിക്കാനാണ് ഡിഫിക്കൽട്ട് അല്ലേ? എന്നെ കാണുമ്പോഴേ അവർ ചിരിക്കുന്നു, അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം ചേട്ടാ. പക്ഷെ വേറെ കാര്യമാണ്, നിങ്ങളെ രണ്ടുപേരെയും കൂടെ വെച്ച് നോക്കിയിട്ട് എനിക്ക് തോന്നുന്നത് ആരോഗ്യം സൈനയ്ക്ക് തന്നെയാണ്. സൈനയ്ക്ക് തന്നെയാണ്. കാരണം ഇച്ചിരി ഹൈറ്റും ഇച്ചിരി ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എത്ര അടിയിലാ കയറി നിൽക്കുന്നതെന്ന് നോക്കും. എന്നാലും എനിക്ക് ഹൈറ്റ് ഉണ്ട്. 5.6 ഹൈറ്റ് ഉണ്ട് എനിക്ക്. ആരോടാ എന്നോടാ പറയുന്നത് ആലോചിക്കും. ഇനിയിപ്പോ ഇതിനെ വെയിറ്റ് ആയിട്ട് പറയാതിരിക്കുന്നല്ലേ? വെയിറ്റ് കൂടെ അങ്ങ് പറഞ്ഞേക്ക്. വേണ്ട, വെയിറ്റും പ്രായവും ഒന്നും ചോദിക്കാൻ പാടില്ല. പ്രായം പക്ഷെ നല്ല പറഞ്ഞാല് നാള് ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാം. അല്ല, ഞങ്ങൾ ചോദിക്കുന്ന നാൾ അതല്ല, ഈ കുട്ടികളുമായിട്ട് ഹോളിഡേയിലുണ്ടായ നല്ല നാളുകൾ. ഞാൻ വളരെ നല്ല നാളുകളാണ് പ്രതീക്ഷിച്ചത്. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഹിറ്റ്ലറിന്റെ നാസിസം ഒക്കെ. ഇതിപ്പോ ഞാൻ 2 പേരുള്ളത് കൊണ്ട് എന്ത് പേരിട്ട് അതിനെ വിളിക്കണമെന്ന് എനിക്കറിയില്ല. രാത്രിയിൽ ഉറങ്ങുമ്പോ ഒരാളുടെ കൈ ഇവിടെ, ഒരാളുടെ കാലം അവിടെ, എന്നിട്ട് അവര് പറയണ എന്താ, ഞാനാണ് ഇതൊക്കെ ചെയ്യണേന്നാ. ശരി, അതിൽ വല്ല സത്യം ഉണ്ടോ? നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ പ്രേമി? കുട്ടികൾ എന്തൊക്കെ പഠിപ്പിച്ചു തന്നു? അയ്യോ, ശരിക്കും പഠിപ്പിച്ചു ചേട്ടാ. ഒരാൾക്ക് കരാട്ടെ അറിയാം, പിന്നെ ഡാൻസ് അറിയാം. ഞാൻ ഡാൻസിൽ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത് കുറേശ്ശെ പഠിക്കുന്നുണ്ട്. ഒരാൾ ആക്ടറാണ്, കുറേ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നുണ്ട്. അവരെ വേദിയിലേക്ക് നമുക്ക് ക്ഷണിക്കാം. ഓടി വാ 2 പേരും.
വെൽക്കം കുട്ടിക്കലവറ. വെൽക്കം. പ്രേമി, എന്തോ? നമ്മുടെ ഈ മോനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ആ കൊറേ പടത്തിലുണ്ട്, ഏ കൊറേ പടത്തിലൊക്കെ ഉണ്ട്. പടത്തിലുണ്ട്, സിനിമാ താരം സിനിമ നടന ഇത് ആണല്ലേ? ഏതൊക്കെ സിനിമയിൽ അഭിനയിച്ചേ? കോബ്ര, താപ്പാന, ലുക്ക ചുപ്പി, ആ, കൊറേ ഉണ്ടെന്ന്. കൊറേ പടത്തിൽ അഭിനയിച്ചു. അപ്പൊ കൊറേ പടത്തിൽ അഭിനയിച്ചൊരു നടനാണ്. ഇപ്പൊ ജമുന പാരി ചെയ്തു. ജമുന പാരി എന്ന് പറയുന്ന സിനിമയുടെ പേരൊരാൾ എന്നോട് പറഞ്ഞതാ, ജന്മനാ വ്യാപാരി. ആ പേര് കേട്ടപ്പോ എന്റെ മനസ്സിലായി. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഫസ്റ്റ് പോസ്റ്റർ ഒക്കെ കണ്ടപ്പോ. ഇനി എനിക്ക് എന്തെങ്കിലും വായിക്കാൻ അറിയാൻ പാടില്ലത്തിന്റെ പ്രോബ്ലം ആണോ എന്ന് വിചാരിച്ച് ഞാൻ ഓരോ അക്ഷരങ്ങൾ പെറുക്കി നോക്കി. എന്നിട്ടൊന്നും ശരിയാവണില്ല. ശരിയായില്ല. എന്താ ആദ്യം വായിച്ചേ? അതുപോലെ തന്നെയാണ് വായിച്ചത്. സാഹിർ എങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത്? പാപ്പച്ചിന്റെ കൂട്ടുകാരന്റെ കാരോഫില്. കെയർ ഓഫിൽ സിനിമയിൽ വന്നു. അന്നേരം സിനിമയിൽ അഭിനയിക്കാനായിട്ട് ചെന്നപ്പോൾ അവരെന്തൊക്കെ ചെയ്യാൻ പറഞ്ഞു? പാട്ട് പാടാനോ മിമിക്രി കാണിക്കാനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. അങ്ങനെയൊന്നും അഭിനയിക്കാൻ അറിയാമെന്ന് വെച്ച് പറഞ്ഞു. ആ അറിയാം, അഭിനയിക്കാൻ അറിയാം. ഓക്കെ. അപ്പൊ എന്താ അഭിനയിച്ച് കാണിച്ചു എന്തേലും? ഇല്ല. ഇഷ്ടമുള്ള ഹീറോ ആരാ? ദുൽഖർ സൽമാൻ. ദുൽഖറാണ് ഇഷ്ടം. ഓക്കെ. മനസ്സെന്ന് പറഞ്ഞൊരു സാധനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മനസ്സ്. ആ, അത് നമ്മുടെ എവിടെയാണുള്ളത്? നെഞ്ചിന്റെയും വയറിന്റെയും നടുക്കായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ ഗ്യാസ് അല്ലേ ഉണ്ടാവും? അല്ല, ഇവിടെ ഇടയ്ക്കായിട്ട് ഒരു 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 ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ ഉണ്ട്. അത് ഹൃദയമല്ലേ? അതല്ല, ഇങ്ങനത്തെ സാധനം. ഇങ്ങനത്തെ സാധനം എന്ന് പറഞ്ഞാൽ അത് എന്താ? ഇപ്പൊ പക്രചേട്ടൻ പറഞ്ഞില്ലേ ഇതുപോലത്തെ സാധനം, അത് ശ്വാസകോശകം സ്പോഞ്ച് പോലെയാകും. ശ്വാസകോശം സ്പോഞ്ച് പോലെയാകുന്നു. ഇനി സ്പോഞ്ച് അല്ല എന്നുള്ള അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? അതെങ്ങനെ നമ്മുടെ ഹേർട്ട് അല്ല, മനസ്സെങ്ങനെ സ്പോഞ്ച് പോലെ വന്നേ? അതെ, അതല്ല ചോദ്യം. മനസ്സ് എവിടെയാ ഉള്ളത്? നെഞ്ചില്. നെഞ്ചിലാണോ മനസ്സുള്ളത്? ഓക്കെ. നെഞ്ചെവിടെയാ? അവിടെയാണോ മനസ്സുള്ളത്? അവിടെ നിന്ന് വേറെ ഒരു സ്ഥലത്തേക്ക് മനസ്സ് പോവില്ല. മാറ്റി പറയാനുള്ള ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈവയ്ക്കൂ. ഒരു കുഞ്ഞ് വട്ടത്തിൽ ഒരു സാധനമുണ്ട്, അതിന്റെ അകത്താണ് മനസ്സ്. എവിടെയാ? ഇതിന്റെ അകത്തൊരു കുഞ്ഞു സാധനം പോലെയുണ്ട്, അതിന്റെ അകത്താണ് മനസ്സ്. അവിടെ എന്തൊക്കെയാ സൂക്ഷിച്ചു വെക്കുന്നത്? ആരെയൊക്കെ ഇടിക്കണം എന്നൊക്കെ ഉള്ളതാണോ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്നത്? പണ്ടുള്ള കാര്യങ്ങൾ ഓർത്തു വെക്കും. ആ, പണ്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വെച്ചിട്ട് പിന്നീട് പണി കൊടുക്കും. അത് ചെയ്യൂല്ലേ? പണ്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചിട്ട് അത് ആ കുറ്റം തെയ്യ ആൾക്കാർക്ക് പണി കൊടുക്കും. മനസ്സിനകത്ത് എന്നാക്കെയാണെന്ന് ചോദിച്ചില്ലേ? ആ, മനസ്സിന്റെ അകത്ത് സ്നേഹമുണ്ട്, ആ, സന്തോഷങ്ങൾ ഇങ്ങനെ പങ്കിടത്തില്ലേ, ആ, അതുണ്ട്. അങ്ങനെ നമുക്ക് തോന്നുന്ന എല്ലാ സംഭവങ്ങളും, ഓരോ വികാരങ്ങള്, അതൊക്കെ. വെരി ഗുഡ്. ആ, മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്ന കാര്യങ്ങൾ മറക്കാതെ വെക്കുന്നവരാണ് കൂട്ടുകാര് എന്ന് നമുക്കിപ്പോൾ മനസ്സിലായല്ലോ. അപ്പൊ ഈ കുട്ടിക്കലവറ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും എന്തെങ്കിലുമൊക്കെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കാൻ കുറെ കാര്യങ്ങൾ ഇതിലൂടെ ഉണ്ടാവും. അല്ലേ? തീർച്ചയായും. ഫ്രൂട്ടോമാൻസ് കുട്ടിക്കലവറ പവേർഡ് ബൈ ഡിഷ് ഗോൾഡ് ഡിഷ് വാഷിൽ നമുക്ക് സായനയുടെയും കുട്ടികളുടെയും വീഡിയോ കാണാം. നമ്മൾ അടിച്ചു പൊളിക്കാൻ പോണ പൂൾ. രണ്ടുപേരും പൂളിൽ എന്നോട് ആളുടെ ഭാഗത്ത് ഇറങ്ങരുത്. ഓക്കെ? വെള്ളത്തിന് തണുപ്പുണ്ടോ നോക്കിയിട്ട് ഞാൻ നീന്തുവള്ളേ. എന്നാ നീ ആദ്യം എന്ത് സാധനം? അതുണ്ടെങ്കിലേ നീന്തുള്ളൂ.
തീരുമാനമായി. ഇനിയിപ്പോ കുറച്ച് നേരം കൂടെ വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബലൂണ് പോലെ പൊങ്ങി കിടക്കും. നിങ്ങൾക്ക് കാണാം. ഞാൻ എന്താണെങ്കിലും ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കട്ടെ നീന്തൽ പഠിക്കാമോന്ന്. ഓക്കേ. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അവിടുന്ന് ഇവിടെ വന്ന് തുടങ്ങാം. 1.35 മീറ്റർ എന്ന് എഴുതിയേക്കുന്നില്ലേ? അവിടെ വന്ന് കൈ ആരാദ്യം ടച്ച് ചെയ്യുന്നോ അവരെ വിന്നർ. അവർക്ക് ഞാനൊരു പ്രൈസ് തരും. 2, 3 സ്റ്റാർട്ട്. ഓക്കെ. അവർക്കൊന്നും ഒരു പേടിയില്ല. അത് എനിക്കുള്ള പേടി പോലും അവർക്കില്ല. അവർ വന്നപ്പോൾ മുതൽ മാക്സിമം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാ വാ വാ. ഓക്കെ, നമുക്ക് ഇവരുടെ പൂളിലെ വിശേഷങ്ങൾ കൂടുതൽ അറിയാനുണ്ട്. അപ്പൊ അതുകൊണ്ട് സൈനയെയും നമുക്ക് ഇങ്ങോട്ട് ക്ഷണിച്ചാലോ? ആദ്യം എനിക്കൊരു ചോദ്യം ഉള്ളത് എന്താണെന്നറിയോ? നിങ്ങൾ ആ മോളിൽ കയറി നിന്നില്ലേ? നിന്ന സമയത്ത് മോൾ എന്തോ ഒരു ചോദ്യം ചോദിച്ചല്ലോ. അതിന് എന്നോടാണ് ഇങ്ങനെ ഉത്തരം എന്താ പറയുന്നതെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു രണ്ടുപേർക്ക് അത്യാവശ്യം വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ അറിയാന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ വെള്ളം ഭയങ്കര പേടിയാണ് ചേട്ടാ. അതായത് എന്താ സംഭവിക്കാന്ന് അറിയാം, ഞാൻ വെള്ളത്തിൽ ഇറങ്ങി നീന്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തല മുങ്ങിപ്പോവുകയും കാല് മേലേക്ക് വരികയും ചെയ്യും. എപ്പോഴും അങ്ങനെയാണ്. അപ്പം ഇവിടെ ഏകദേശം അങ്ങനെ സംഭവിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടുപേരും കൂടെ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന്. അപ്പൊ പറയാ വെള്ളത്തിന് ബോഡി ഗാർഡ് അലൗഡ് അല്ലാന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ അയ്യടാന്നിങ്ങനെ. അതാണ് അവിടെ പറഞ്ഞത്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, സൈനയുടെ വെള്ളത്തിലുള്ള അഭ്യാസം കണ്ടാൽ വെള്ളം പേടിയുള്ള ആളായിട്ടൊന്നും തോന്നിയില്ല. കാരണം വെള്ളത്തിലിറങ്ങാൻ നല്ല പരിചയമുള്ളവർ പോലും ഒരിക്കലും അങ്ങനെയുള്ള, അതായത് ആ ട്യൂബിലൊന്നും കയറി ഇരിക്കാൻ ശ്രമിക്കില്ല. അങ്ങനെ ആ ഒരു പൊസിഷനിൽ ഇരുന്നാൽ ഉറപ്പായിട്ടും തല കുത്തി താഴെ പോകുന്നുള്ള ഒരു ഉറപ്പാണ്. ഇവരെ നീന്തൽ പഠിപ്പിക്കാനായിട്ട് എനിക്ക് ഏകദേശം ഇത്രേ വെള്ളമുള്ളൂ. അത് വേണ്ട, നേരെ തിരിച്ചായാലും മതി, തീരാനത് മതി. നീന്തലിൽ ആരാ മോന്റെ ഗുരു? നീന്തൽ ഒരു ചേട്ടൻ. ആ ചേട്ടന്റെ പേരറിയില്ല. മോൾക്ക് നീന്താൻ അറിയോ ഇതിനു മുമ്പ്? ആദ്യമായിട്ടാണോ പൂളിലിറങ്ങിയ? നീന്തലിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ എക്സ്പേർട്സ് താറാവുകളാണ് അല്ലേ? താറാവുകള് ഭയങ്കര അഭ്യാസമൊക്കെയാ. വെറുതെ ഒക്കെ എന്നാലും മുങ്ങി പോവില്ല, ഇങ്ങനെ ഒഴുകി പോകുന്ന കാണാം. നമുക്കൊരു ഭയങ്കര കൗതുക. എപ്പോഴെങ്കിലുമൊക്കെ താറാവുകളായാൽ മതി നമുക്കൊക്കെ തോന്നാറില്ലേ? ഈ താറാവുകൾ എന്തിനാണ് ഈ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ പോണേ? കാരണം അവരുടെ നോക്കണ ആള് വന്നിട്ടുണ്ട്, ലൈനിലേ പോവാവോ. ഇങ്ങനെ ചെതറി പോയ ആൾക്കാരൊക്കെ കാണുമ്പോ പറയും ഈ താറാവുകൾ എന്തിങ്ങനെ പോണേ, ലൈനൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയാം. കാരണം നല്ല അച്ചടക്കത്തോടെ ഇങ്ങനെ ലൈനിൽ വേണം പോവാന്ന് അവരുടെ അവരുടെ ഓണേഴ്സ് അവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മോളുടെ ഓണർ, അതായത് വീട്ടില് അച്ഛനും അമ്മയും ഇവിടെ വന്ന് എന്തൊക്കെ അച്ചടക്കം പാലിക്കാനായിട്ട് പറഞ്ഞു വിട്ടു? അതേ കിടന്ന് കിടന്ന് ചലിക്കരുത്. ആരാ പറഞ്ഞേ? അച്ഛനെവിടെ? അച്ഛനല്ല, അമ്മയുണ്ട്. അമ്മയുണ്ട്. എന്റെ താറാവിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ വേറെ ആൾക്കാർ ഇവിടെ റെഡിയാ. ആണോ? ഞാൻ പറയാം. ബാഹുബലി പറ മോനെ. നീന്തുന്ന എങ്ങനെയാ? ഇങ്ങനെ നീന്താ. അങ്ങനെയാണോ നീന്തുന്നത്? ചിറകുകൾ ഇങ്ങനെ കാണിക്കുന്ന പറക്കുന്ന പോലെ. അപ്പൊ തറ ഇങ്ങനെ നീന്തി പോണതാ. ഞാൻ ചോദിക്കുന്നത് ഈ ബാക്ക് ഇങ്ങനെ ലൈനിൽ പറയുന്നോണ്ടാണ്. മോൻ പറ. ശരി ശരി, അടുത്ത ചോദ്യം ഇത്രേ ഉള്ളൂ. ഈ നല്ല ആണുങ്ങൾക്ക് എന്തെല്ലാം ഗുണങ്ങൾ വേണം? അയാൾ നടക്കുന്ന രീതിയൊക്കെ മര്യാദയുള്ള രീതി വേണം. മര്യാദയ്ക്കൊന്ന് നടന്നു കാണിച്ച എങ്ങനെയാ? അതുപോലെ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അത് ആണുങ്ങളുടെ രീതിയിലൊരു രീതി ഉണ്ടാവില്ലേ, അതുപോലെ. അതെങ്ങനെ ആണുങ്ങൾ എങ്ങനെ നടക്കുന്നു കാണിച്ചേ? ആണുങ്ങൾ ജനുവരി 26 മാത്രം ഇങ്ങനെ നടക്കാം പരേഡ്. അങ്ങനെയാണ് നടക്കേണ്ടത്. പിന്നെ വേറെ എന്തൊക്കെ ഗുണം വേണം? സുന്ദരനായിരിക്കണം, നല്ല മനുഷ്യനായിരിക്കണം. നല്ല മനുഷ്യനായിരിക്കണം. ഇതുപോലെ ഇരിക്കണോ? ഗാന്ധിജിയെ പോലെ ഇരിക്കണം. എല്ലാ നന്മകളും ചെയ്യണം. എന്നുവെച്ചാൽ തലേ മുടിയൊന്നും ഉണ്ടാവരുത്. സ്വഭാവം ഒക്കെ ഗാന്ധിജി ഗംഭീര, അതല്ല ഞാൻ ചോദിക്കുന്നത്. അല്ലാതെ ഫേസ് കട്ട് എന്തായിരിക്കും? ഫേസ് കട്ട്
എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. മോഹൻലാലിനെ പോലെ ആയിരിക്കണം. ഏ? മോഹൻലാൽ. മോഹൻലാൽ. ഓക്കെ എന്റെ അമ്മ പോലെ ഇരിച്ചാൽ എന്റെ അമ്മ പോലെ ഇരിച്ചാൽ മതി. ഓക്കെ. അപ്പൊ പുകവലി പാടില്ല, പിന്നെ കള്ളൂടി പാടില്ല, പുകവലി പാടില്ല. നമ്മുടെ നമ്മുടെ ആൻഡോച്ചൻ എന്തോ പറയാം ഒന്നുകൂടി. ചേട്ടാ എനിക്ക് കുസ്തി ചോദ്യം ചോദിക്കാനുണ്ട്. ആ. പറയട്ടെ. ആ. ഗാന്ധിജി ഓടിച്ച കാർ ഇത്. ഗാന്ധിജി ഓടിച്ച കാർ BMW ആണോ? അല്ല. പിന്നെ അല്ല. പിന്നെ അല്ല. വെള്ളക്കാർ. വെള്ളക്കാർ. സൈനയുടെയും കുട്ടികളുടെയും കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാം. അപ്പോൾ സൈന, താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മുടെ കുക്കറിയിലേക്ക് കടന്നാലോ? അതെ, ഐശ്വര്യത്തിന്റെ ആ കലവറയൊന്ന് തുറന്നാലും. ഐശ്വര്യത്തിന്റെ കലവറ തുറക്കാൻ സമയമായി. ഫ്രൂട്ടോമാൻസ് കുട്ടി കലവറ പവേർഡ് ബൈ ഡിഷ് ഗോൾഡ് ഡിഷ് വാഷിൽ ഇനി കുക്കറി. തോട്ടത് ഫ്രൂട്ടോമാൻസ് കുട്ടിക്കലവറ. ഹായ്, ഹലോ. വാചകവും പാചകവും അല്ല, ഇവരെ മേക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പാചകം. നമ്മുടെ കുട്ടിക്കലവറയിലെ ഇവരുടെ പരിപാടികളൊക്കെ നമ്മളങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഹൈ, ഇന്ന് 3 പേര് റെഡിലാണല്ലോ. ഇലക്ഷൻ കഴിഞ്ഞതിന്റെ ഹാങ് ഓവർ ആണെന്ന് തോന്നുന്നു. ഇവിടെ കുറച്ച് ചുവപ്പ് കൂടിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പരിപാടി എന്താ? എന്ത് സാധനം ഉണ്ടാക്കാൻ പോകുന്നത്? തറ പറ എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കണ പോലെയല്ലേ? കറക്റ്റ് ആയിട്ട് പറഞ്ഞാല് റോസ്റ്റഡ് ഇത്രയുള്ള സംഭവം റോസ്റ്റഡ് വെജിറ്റബിൾ അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് എന്താണ് പരിപാടി, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, എന്തൊക്കെയാ ഇതിന് വേണ്ട കാര്യങ്ങൾ? ബീൻസ് വേണം, ബീൻസ് വേണം, ക്യാരറ്റ് വേണം, പിന്നെ എന്തൊക്കെയാ? ബീട്രൂട്ട്, സോൾട്ട്, വാട്ടർ, ലെമൺ, ചില്ലി സോസ്, ലെമൺ ജ്യൂസ്, ഓയിൽ, ഒലീവ് ഓയിൽ, റോസ്മേരി. റോസ്മേരിയോ? അതാരാ? അതിന്റെ പേര് ഇതാണ്. അതിന്റെ പേര് കഴിച്ചൊക്കെ നല്ല രസം. പണ്ട് കോളേജിൽ വെച്ചിട്ട് എന്റെ ഒപ്പം പഠിച്ച ഒരു കുട്ടിയുടെ പേരായിരുന്നു റോസ്മേരി. അതിനുശേഷം ആ പേരിൽ ഒരു സാധനത്തിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇപ്പോഴാണ്. റോസ്മർ എന്നാണ് ശരിക്കും പേര് അല്ലേ? റോസ്മേരി തന്നെയാ? ഉറപ്പാണ്? എനിക്കറിഞ്ഞു കേട്ടോ. അങ്ങനെയൊക്കെയാണെന്ന് ഇവര് പറയുന്നുണ്ട്. കേക്കുണ്ടോ? യെല്ലോ സൂക്കി. ഈ പറയുന്ന സാധനത്തിന്റെ പേരാണ് കേട്ടോ അത്. ഗ്രീൻ സൂക്കി. തലക്ക് റെഡി അല്ലേ? പഴയ അവസ്ഥയൊന്നുമല്ല. ഇപ്പൊ അടിച്ചു കഴിഞ്ഞ് തിരിച്ചടിക്കാനുള്ള ഇതൊക്കെയായി, ആംപിയറൊക്കെ ആയി. ഓക്കെ, നമുക്ക് അതിനെ പടി കൊടുക്കാം. റെഡി അല്ലേ എല്ലാവരും? നമ്മൾ നമ്മുടെ ഐറ്റം തുടങ്ങാൻ പോകണം. വെള്ളം ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ക്യാരറ്റ് ഇടും. എന്നിട്ട് ക്യാരറ്റ് നമ്മൾ ബോയിൽ ആവില്ലേ, എന്നിട്ട് മാറ്റും. എന്നിട്ട് പിന്നെ ബീൻസ് ഇടും. ഞങ്ങൾ പ്രാവശ്യം ഉണ്ടാക്കുന്നത് റോസ്റ്റഡ് വെജിറ്റബിൾസ് ആണ്. ഇവിടെ കുറെ വെജിറ്റബിൾസ് ഉണ്ട്, ഞങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ല. ഞാൻ ഇളക്കണം.
ചെയ്യണോ? എന്താ പരിപാടി? ചേട്ടാ ഒരു വലിയ കംപ്ലീറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചു വെക്കായിരുന്നു. നമുക്ക് അത്യാവശ്യം ജലദോഷം പനിയൊക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടിയല്ലേ? എന്ത് പുകയോ തന്നെ. ആറ്റണ്ട ആറ്റണ്ട കേട്ടാ പോരാ. നമുക്ക് ഞാൻ കാലത്തിട്ടോളാം. പതുക്കിട്ടോളോ അല്ലെങ്കിൽ തെറിക്കും. പതുക്കെ, അധികം തെറിക്കാൻ പാടില്ല. ഉപ്പിനാണ് കേട്ടോ, ശ്രദ്ധിച്ചിട്ടോളോ. അല്ല വേണ്ട ചേട്ടൻ മഞ്ഞ എന്തൊരു മനമാറ്റിപ്പോ. എനിക്കിപ്പോ ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇത് വേവണം. വേവാന്ന് പറഞ്ഞാൽ എന്താ? ബോയിൽ. മലയാളത്തിൽ പറയല്ലേ, ഇംഗ്ലീഷിൽ പറയാം. മനുഷ്യന്മാർക്ക് മനസ്സിലാവും. അപ്പൊ മലയാളം അറിയില്ലേ? മലയാളം അറിയാം, ഇങ്ങനത്തെ വാക്കുകൾ അറിയില്ലെന്നേ. നന്നായി പോണു. ക്യാരറ്റ് വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാരറ്റ് ഇളകി മറിയുന്നുണ്ടല്ലോ. ബബ്ലുവോ? എന്തായി? ഞാൻ എല്ലാം അങ്ങാട്ട് ഇട്ട് കൊടുക്കും. ഞാനും വെളുക്കും, ഇവാഞ്ചലും വെളുക്കും. ഇത്രേ ഉള്ളൂ. ഞാനും വെളുക്കും, ഇവാഞ്ചലും വെളുക്കും. ഓ ഇളക്കൂന്നാണല്ലോ പറഞ്ഞേ. ഞാൻ ഉണക്കും. അയ്യോ കോമഡി. കോമഡി. അപ്പൊ നടക്കട്ടെ. നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കണം. മറ്റുള്ളവർ കേക്കട്ടെ. മണം നല്ല മണമായിട്ട് എനിക്ക് വാക്കുകൾ പ്രയോജനം മറന്നു പോയി. പ്രയോജനം. അയ്യോ ഞാൻ വിചാരിച്ചു അതുകൂടി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ വെച്ചു. ഞാൻ കൊറേ ഗ്യാസ് അധികം. എന്തൊക്കെയാണ് ഈ പൊട്ടത്തരം പറയണേ? പൊട്ടത്തരം നിന്റെ പൊട്ടത്തരം പറയാൻ നിനക്കേ അറിയുള്ളൂ. ബുദ്ധിമാൻ ഷോനിയാണ്. അതെ, എനിക്കല്ലേ ഏറ്റവും ബുദ്ധി. അത് വളിച്ച പാട്ടും പാടും വന്നിട്ട്. നീയല്ല വളിച്ച പാട്ട് പാടാറുള്ളത്. സ്റ്റേജിന്റെ അവിടെ നിന്നപ്പോ ഏത് പാട്ട് പാടിയ നീ? ചേർത്ത് പിടിക്കുന്നേ. വെറുതെ പറക്കി തിന്നരുത് കേട്ടോ. ഞാൻ പെരക്കി തിന്നണല്ല, ഞാൻ പറക്കി തിന്നാണ്. എനിക്കിപ്പോഴും മനസ്സിലാവുന്ന കാര്യം അറിയോ? ഈ റോസ്റ്റഡ് ഫ്രൂട്ട്സ് എങ്ങനെയാ, അല്ലെ റോസ്റ്റഡ് വെജിറ്റബിൾസ് എങ്ങനെയാണ് ഈ വെള്ളത്തിലിട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നത്? അപ്പൊ റോസ്റ്റ് അല്ല, അത് റോസ്റ്റ് ആവുമോ? എന്നിട്ട് നമ്മ ഇത് എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഇത്തിരി ഓലിവ് ഓയിൽ വെച്ചിട്ട് ഇത് റോസ്റ്റ് ചെയ്യും. അപ്പോഴാണ് റോസ്റ്റഡ് വെജിറ്റബിൾ എന്ന് പറയണേ. നമ്മ ആ സംഭവം പഠിക്കണമെങ്കിൽ ദാ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടാ. ഒന്ന് പറഞ്ഞേ. നമ്മ നുമ്മ നിങ്ങ അങ്ങ. അല്ല, ഇതിന്റെ കളർ ക്യാരറ്റിനെ പോലെ ഇതിന്റെ കളർ മാറിയില്ലല്ലോ. ക്യാരറ്റില് മഞ്ഞൾപ്പൊടി കൊണ്ടപ്പം ഒരു മഞ്ഞൊക്കെ കളറായില്ലേ, ഇതെന്താ? അതൊക്കെ ഏകദേശം സെയിം പോലെ. ബീൻസിന് ചെറുതായി മാറ്റം വന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇല്ല, ഉണ്ട്. നമ്മൾ കല്ലിന് വീണ്ടും ഡാർക്കായി ഉണ്ട്, കണ്ടോ? ഡാർക്ക് അല്ല, ലൈറ്റ് കഴിക്കുന്ന ചില ഡാർക്കായി ഉണ്ട്. ആ, നമ്മള് കുറച്ച് ഡാർക്ക് ഇട്ടു, കുറച്ച് ലൈറ്റ് ഇട്ടു, രണ്ടും അതേപോലത്തെ. ഒരു ഗ്രീൻ കളർ കണ്ടോ? ആ കളർ നഷ്ടപ്പെടാൻ പാടില്ല. അത് നഷ്ടപ്പെട്ടാൽ അത് എന്താ പറയാ, അതിന്റെ ടേസ്റ്റ് ഗുണം പോകും. ഈ കുപ്പേന്ന് പറഞ്ഞ ഒന്നുപോയി, നന്നായി കറക്റ്റ് അടി. ഒന്നുമില്ല, അതൊരു സ്ഥിരമുള്ളതാ. നിങ്ങളിൽ രണ്ടുപേരിൽ ഒരാൾ നാളെ മുതൽ സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞാൽ ആരായിരിക്കും പോവാ? ഇയാളെ
കഴിഞ്ഞ ഇല്ല. അഡിഡാസ് 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 കഡിഡാസ് കിഡിഡാസ് കോഡിഡാസ്. അത് ഞാനിട്ടോളാം വേണ്ട വേണ്ട, ഞാൻ ഇളക്കണം. തരൂ തരൂ തരൂ. നിന്റെ ഇളക്കൽ മത്സരമാണോ ഇവിടെ നിനക്ക്? നീ എടുക്കണോന്ന് പറഞ്ഞാൽ നിന്റെ കൈ പൊള്ളിയ മമ്മി വഴക്ക് പറയണ. പിന്നെ നീ വേഗം കമ്പ്യൂട്ടർ ആയിട്ട് ചെയ്യേ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഇല്ലേ. ഞാൻ ഇനി റോബോട്ടല്ല ചെയ്യാൻ. അതി എന്തായി കാര്യങ്ങളൊക്കെ? എല്ലാം ബോയിൽ ചെയ്ത് കഴിഞ്ഞു. അടിപൊളി. ഇതാ ഇവര് വെജിറ്റബിൾസ് കംപ്ലീറ്റ് ആയിട്ട് ബോയിൽ ചെയ്ത് കഴിഞ്ഞു. ആ ബീറ്റ്റൂട്ട് ഉണ്ട് കേട്ടോ, അത് മാറ്റി വെച്ചേക്കാം. ബീറ്റ്റൂട്ടിന് വേറെ എന്തൊക്കെയോ പരിപാടികളുണ്ട്, അത് കാരണം കൊണ്ടാണ് അത് മാറ്റി വെച്ചേക്കണേ. എന്തായാലും നമ്മൾ എന്താ ചെയ്യാൻ പോണേ? നീ പാൻ എടുക്കണം, ആ ചൂടാവണം, എടുത്തത് ചൂടാവുമ്പോ ഓരോ വെജിറ്റബിൾസ് ആയിട്ട് ഇടണം. ഓക്കെ. എനിക്ക് ദുൽഖർ സൽമാൻ ഇഷ്ടം. ആണോ? ഏറ്റവും ഇഷ്ടം ദുൽഖർ സൽമാനാ? പക്ഷെ നിന്റെ മുഖം മിസ്റ്റർ ബീനെ പോലെയാ. ആരെക്കുട്ടാ? ശരിക്കും ഇവന്റെ മുഖം അവന്റെ എങ്ങനെയാ? മുഖം ആരെക്കൊണ്ട് കൊതുകിനെ പോലെ പറ. ആ മിസ്റ്റർ ബീന്റെ അതേ മുഖാണ്. 7 വയസ്സുള്ള മിസ്റ്റർ ബീൻ അല്ലേ? മിക്കവാറും എനിക്ക് ഇയാള് 8 വയസ്സുള്ള ആട്. എനിക്ക് തോന്നുന്നു മിസ്റ്റർ ബീൻ അവൻ പുള്ളിക്കാരന്റെ 7ാമത്തെ വയസ്സിൽ ഇതാ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവുക. കുറച്ചുകൂടി വേണമെന്ന് തോന്നുന്നു. നമ്മളിതും ചെയ്യണോ? ഞാൻ ഒരെണ്ണോടാ, നീ ഒരെണ്ണോടാ. കൈ കൊള്ളണേ. കൈയടി. മതി മതി. മതി മതി. നീ മാറി നിനക്ക് ചുമയാ. നല്ല മണമുണ്ട്, നല്ല മണമുണ്ട്, നല്ല അടിപൊളി മണം. ഏത് പാട്ട്? പാട്ട് പഠിച്ചിരിക്കും. പാട്ടില്ല, പാട്ട് ഓൺലി ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഓൺലി ഇൻസ്ട്രുമെന്റ്സ് ആണ്, പക്ഷെ ശബ്ദം കേൾക്കൂല കേട്ടോ. എന്തായി? ഞാനിടും. അത് ഞങ്ങൾ സൂക്ഷിച്ചിടുന്ന ഒരു രീതിയുണ്ട് ഞങ്ങൾക്ക്. ഒരു പ്രത്യേക രീതിയുണ്ട്, ആ രീതി വെച്ചിട്ട് ഇട്ടുകൊണ്ടിരിക്കണേ. ഏതോ ഒരു ഭാവം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. റോസ്റ്റഡ് വെജിറ്റബിളിന്റെ പുറത്ത് ഒരു താജ്മഹൽ മിനിമം പണിതിരിക്കും. അതാണോ ശിവാനിയും ആദ്യം കൂടെ കൊണ്ടിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവൻ പുളി തിന്നണ നോക്കിയേ. അല്ല സോറി, ലൈം തിന്നണ നോക്കിയേ. ഓക്കെ, അപ്പോ ഇന്നത്തെ ടാസ്ക് കഴിഞ്ഞു. നമ്മുടെ റോസ്റ്റഡ് വെജിറ്റബിൾ
ഇതെന്താണ് സംഭവം എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഡൗട്ടായിരുന്നു. ഇങ്ങനൊരു സാധനമാണ് ഉണ്ടാക്കണേ എന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങൾ ആലോചിച്ചു, എൻ്റെ അമ്മോ ഇതിപ്പോൾ ഇനി എങ്ങനെ വരും, ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ആർക്കും. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ 3 പേർക്കും ഏതാണ്ട് ഒരേപോലെ തന്നെ കിട്ടിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇങ്ങനെയാണ് ഈ പറയുന്ന റോസ്റ്റഡ് വെജിറ്റബിൾ ശരിക്കുന്നത് എന്ന്. ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ഈ പറഞ്ഞ സംഭവത്തിന്റെ പേരാണ് റോസ്റ്റഡ് വെജിറ്റബിൾസ്. അപ്പോ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ഏറ്റവും പ്രയാസമുള്ള കാര്യം കൂടിയാണ്, ആരാണ് ഈ കൂട്ടത്തിൽ ഇന്ന് വിന്നർ ആയിരിക്കുന്നത്? ആരായിരിക്കും? ഓക്കെ, ആ ചോദ്യത്തിനുള്ള ഉത്തരം മറ്റാരുമല്ല, ഇന്ന് എന്റെ ഇടതു ഭാഗത്തുള്ള സാഹിൽ അനിവാഞ്ചൽ. അഭിനന്ദ് എന്റെ മാല പൊട്ടിച്ചു. അവന് നല്ല ചെലവ് കൊടുക്കണം. അവന്റെ കയ്യിലാ. കുട്ടിക്കുരങ്ങിന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെയായി അഭിനന്ദിന്റെ കയ്യിൽ കിട്ടിയ മുത്തുമാല. ശിവാനിയുടെ മുത്തുമാല പൊട്ടിച്ച് കുരുത്തക്കേടിന് ഒരു കുറവുമില്ലെന്ന് തെളിയിച്ച അഭിനന്ദിന് ഒരു 8ന്റെ പണി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുട്ടിക്കലവറയിലെ പെൺപട. ശിവാനി അത് മേടിക്കും. ശിവാനി അവനെ അനുസരണം പഠിപ്പിച്ചല്ലേ, അവൻ ശിവാനി അനുസരണം പഠിപ്പിക്കും. ഞാനല്ലേ ആള് വാങ്ങിക്കും. തന്നില്ലേ വാങ്ങിപ്പിച്ചു. മുത്തുകൾ കോർക്കുന്നതിനിടയിലും പെൺപടയുടെ ചിന്തയും സംസാരവും അഭിനന്ദിനെ എങ്ങനെ ഒതുക്കാം എന്നതായിരുന്നു. സത്യം പറ. കെണിയൊരുക്കി പണി കൊടുക്കാനിരുന്ന പെൺപടയുടെ ഇടയിലേക്ക് കുറുമ്പിന്റെ കസർത്തുമായി അഭിനന്ദ് വന്ന് പെട്ടുകൊടുക്കും. നിന്നെ മര്യാദ പഠിപ്പിച്ചപ്പോ എന്റെ അടുത്ത് തമ്മിലൂടെ വരില്ല. പെൺപടയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒരു ശ്രമം നടത്തിയ അഭിനന്ദിന് പക്ഷെ പണി പാളി. നാക്കുകൊണ്ട് നാടിളക്കിയ 4 പെണ്ണുങ്ങളുടെയും അട്ടഹാസം ഇനി കണ്ടും കേട്ടു പറഞ്ഞു. എന്റെ സ്വഭാവം അറിയാത്തോണ്ടോ. ഞാൻ നടന്നു പോകുമ്പോൾ അവരെ മാല അവളെ കണ്ണ് പൊട്ടിട്ട് എന്നെ കുറ്റം പറയുക. ആ 4 പേര് എനിക്ക് ഒറ്റയ്ക്ക് നേരിടാനേ ഉള്ളൂ. അവള് വരും പാട്ടകളും എന്നെ എന്തെങ്കിലും ചെയ്യാൻ ഒറ്റ തൊയ്യെടുത്ത അവള് മാറിപ്പോക്കോളും. പിന്നെ എന്നെ ഒന്നും തയ്യത്തില്ല. കുട്ടി കുറുമ്പന്മാരുടെ വികൃതികൾ അവസാനിക്കുന്നില്ല, അവസാനിക്കുകയുമില്ല. ഇണങ്ങിയും പിണങ്ങിയും അടികൂടിയും ഇവർ ഇവിടം ആഘോഷിക്കുകയാണ്. കുസൃതി കാഴ്ചകൾക്ക് അവസാനമില്ല. കൂടുതൽ വികൃതി കാഴ്ചകളുമായി നാളെ കാണാട്ടോ.